Hello friends, ഇന്ന് നമ്മൾ നോക്കുന്നത് subshell electronic configuration ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലിഥിയം അറ്റോമിക് നമ്പർ 3. അപ്പോൾ എനർജിയുടെ ഇൻക്രീസിംഗ് ഓർഡറിൽ വേണം നമ്മൾ സബ്ഷെല്ലുകൾ ഫില്ല് ചെയ്യാൻ. ഏറ്റവും കുറവ് 1s നാണ്. അതുകൊണ്ട് 1s ആണ് ആദ്യം എഴുതുക. ഈ ആരോസ് ഇട്ടിരിക്കുന്നത് ഇവിടെ നിന്ന് താഴത്തേക്ക് വേണം വായിക്കാൻ. 1s, അത് കഴിഞ്ഞാൽ 2s, അത് കഴിഞ്ഞാൽ 2p, 3s, 3p, 4s, 3d, 4p, 5s ഇങ്ങനെ വേണം വരാനായിട്ട്. ഇപ്പോൾ ആദ്യം 1sൽ 2 ഇലക്ട്രോൺ ആണ് പരമാവധി ഫില്ല് ചെയ്യാവുന്നത്. അത് ഫില്ല് ചെയ്തു. ഇനിയിപ്പോൾ 3ൽ നമ്മൾ 2 എഴുതി, ഒരെണ്ണം കൂടി മതി. അപ്പോൾ 1s കഴിഞ്ഞാൽ 2s1. ഇതാണ് ലിഥിയത്തിൻ്റെ കോൺഫിഗറേഷൻ. 1s2 എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ ഉള്ളത് ഹീലിയത്തിനാണ്. അറ്റോമിക് നമ്പർ 2 ഹീലിയമാണ്. അതൊരു നോബിൾ ഗ്യാസ് ആണ്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ഹീലിയം 2s1 എന്ന് വേണമെങ്കിലും എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സൾഫർ 16, അറ്റോമിക് നമ്പർ 16 എന്ന് പറഞ്ഞാൽ 16 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പോൾ 1s2, അടുത്തത് 2s2, 2s കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് വേണം തുടങ്ങാൻ. 2p6. ഇപ്പോൾ ടോട്ടൽ 10 ആയിട്ടുണ്ട്. ഇനി 6 കൂടി വേണം. 2p കഴിഞ്ഞാൽ അടുത്തത് 3s, ഇപ്പോൾ 3s2. ഇനി അടുത്തത് 3p. 3pയിൽ 4 എഴുതുമ്പോൾ തന്നെ എനിക്ക് ടോട്ടൽ 16 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. അറ്റോമിക് നമ്പർ 10 എന്ന് പറഞ്ഞാൽ നിയോൺ ആണ്, നോബിൾ ഗ്യാസ് ആണ്. അതുകൊണ്ട് എനിക്ക് സൾഫറിൻ്റെ കോൺഫിഗറേഷനെ നിയോൺ 3s2 3p4 എന്നെഴുതാം. അടുത്തത് നോക്കാം. സ്കാൻഡിയം അറ്റോമിക് നമ്പർ 21. അപ്പോൾ 1s2, 2s2, 2p6, 3s2, 3p6, 4s2. ഇപ്പോൾ 20 ആണ് ആയിട്ടുള്ളൂ ടോട്ടൽ. ഇനി 4s കഴിഞ്ഞാൽ അടുത്തത് ഏതാണ്? 3d1, 21. ഇനി എനിക്കിതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം. കാരണം 3 എല്ലാം ഒരുമിച്ച് വരുന്ന രീതിയിൽ എഴുതാം. 3s, 3p, 3d ആ ഓർഡറിൽ റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ 1s2, 2s2, 2p6, 3s2, 3p6, 3d1, 4s2 ഇങ്ങനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഇനി ഇത്രയും 2, 2, 4, 4, 6, 10, 12, 18. അറ്റോമിക് നമ്പർ 18 നോബിൾ ഗ്യാസ് ആണ്, ആർഗൺ ആണ്. അപ്പോൾ എനിക്ക് ആർഗൺ 3d1, 4s2 എന്നെഴുതാം. അടുത്തത് ക്രോമിയം 24. അപ്പോൾ 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d4 എന്നെഴുതിയാൽ 24 തികഞ്ഞു. പക്ഷേ ഇതിലൊരു തെറ്റുണ്ട്. എന്താണെന്ന് പറഞ്ഞു തരാം. നമുക്ക് ആദ്യം ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. 4s2. ഇനി ഡിയിൽ 4 ഇലക്ട്രോൺ ഇരിക്കുമ്പോൾ സ്റ്റെബിലിറ്റി കുറവാണ്. ഡിയിൽ 5 ഇലക്ട്രോൺ ഇരിക്കുമ്പോൾ കുറച്ചുകൂടി സ്റ്റെബിലിറ്റി ഉണ്ട്. അത് കാരണം ഈ എസിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ ഡിയിൽ 4 എണ്ണമാണുള്ളതെങ്കിൽ അടുത്തതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ വാങ്ങുക. അപ്പോൾ ഇവിടെ 3d4 പകരം 3d5 ആയി. ഇവിടെ 4s2 പകരം 4s1 ആയി. ഇതാണ് കറക്റ്റ് കോൺഫിഗറേഷൻ. ഇനി നമുക്കിത് ആർഗൻ്റെ ടേംസിൽ എഴുതാം. ആർഗൺ കഴിഞ്ഞാൽ പിന്നെ ഒരു 3d5, 4s1 ആണുള്ളത്. ഇതുപോലെ തന്നെ ഡിയിൽ 9 ഇലക്ട്രോൺസ് ആണുള്ളതെങ്കിൽ അത് 10 ആയി മാറും. കോപ്പർ അറ്റോമിക് നമ്പർ 29 എഴുതാം. 1s2, 2s2, 2p6, 3s2, 3p6, 3p കഴിഞ്ഞാൽ എടുത്തത് 4s, 4s2, 3d9. ഇപ്പോൾ 29 ആയി. പക്ഷേ കോൺഫിഗറേഷൻ തെറ്റാണ്. അതിന് മുമ്പൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയേക്കാം. 1s2, 2s2, 2p6, 3s2, 3p6, 3d9, 4s2. ഡിയിൽ 9 ആണെങ്കിൽ അത് 10 മാറും. അപ്പോൾ ഈ എസിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് മാറ്റി എഴുതുക. ഇപ്പോൾ കറക്റ്റായി.